ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മളിന്ന് വന്നേക്കുന്നതെന്ന് വെച്ചാലുണ്ടല്ലോ, നമ്മുടെ ജനിച്ച വർഷത്തിൻ്റെ ലാസ്റ്റ് അക്കമായിട്ടുള്ള അക്കങ്ങളുണ്ടല്ലോ, ആ അക്കങ്ങളിൽ നമ്മുടെ കുറച്ച് രഹസ്യങ്ങളൊക്കെ ഒളിഞ്ഞു കിടപ്പുണ്ട്. അതായത് നമ്മുടെ ജന്മരഹസ്യങ്ങളും കാര്യങ്ങളും ഒക്കെ കുറച്ചൊക്കെ ഒളിഞ്ഞു കിടപ്പുണ്ട് കേട്ടോ. അപ്പം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പം നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കിയാലോ. അപ്പം വിശ്വാസമില്ലാത്തവരൊക്കെ സ്കിപ്പ് ചെയ്ത് മാറ്റിയേക്ക്, അല്ലാത്തവർക്ക് വേണ്ടിയുള്ളത് മാത്രമാണിത്. അപ്പം അക്കം 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജന്മനാൽ അവർ ജേതാക്കളായിരിക്കും കേട്ടോ. അതുപോലെ തന്നെ ഇവർ കഠിനാധ്വാനികളും പലപ്പോഴും ഒറ്റപ്പെടാനുള്ള സാധ്യത വളരെയധികം കൂടുതലുള്ള ആൾക്കാരുമായിരിക്കും ഈ 1 എന്ന് ലാസ്റ്റ് വരുന്ന നമ്പരും. അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് 2 എന്ന് പറയുന്നത്. ഇവർ വൈകാരികമായിട്ട് ഇടപെടുന്ന ആൾക്കാരും മറ്റുള്ളവർക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെക്കുന്ന ഒരു ആൾക്കാരുമായിട്ടാണ് 2 എന്ന് പറയുന്നത് വരുന്നത്. അതുപോലെ തന്നെ മൂന്നാമത്തത് അറിവും വിവേകവും കൂടിയുള്ളവരും അതുപോലെ ബുദ്ധിസാമർഥ്യമൊക്കെ കൊണ്ട് ജീവിതം മുന്നോട്ട് നയിക്കാൻ പറ്റുന്നതുമായിട്ടുള്ള ആൾക്കാരാണ് കേട്ടോ. അതുപോലെ നാലാമത്തേന്ന് വെച്ചാൽ അപ്രതീക്ഷിതമായിട്ടുള്ള സംഭവങ്ങൾ നിറഞ്ഞ ജീവിതമായിരിക്കും. പെട്ടെന്ന് ഇവരുടെ ജീവിതത്തിൽ ദുഃഖങ്ങളും ദുരിതങ്ങളും സന്തോഷങ്ങളും എല്ലാം സമ്മിശ്രമായിരിക്കും കേട്ടോ. അടുത്തതെന്ന് വെച്ചാൽ 5-മത്തെയാണ്. ഇവർ ഭയങ്കര സഞ്ചാരപ്രിയരാണ്, എപ്പോഴും മാറ്റങ്ങൾ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് ഇവർ. അതുപോലെ തന്നെ 6-മത്തേതെന്ന് പറയാൻ സ്നേഹിക്കാൻ വേണ്ടി മാത്രം ജനിച്ച ആൾക്കാരാണ്, ബന്ധങ്ങളിൽ ശ്രദ്ധ കൊടുക്കുന്ന ആൾക്കാരാണ്, ജീവിതത്തിലും ബന്ധങ്ങളിലും എല്ലാത്തിലും ശ്രദ്ധ കൊടുക്കുന്ന ഒരാൾക്കാരാണ്. അതുപോലെ തന്നെ ഐശ്വര്യവും സ്നേഹവും ഒക്കെ ഇവർക്ക് തിരികെ കിട്ടുന്ന ആൾക്കാരുമാണ് കേട്ടോ. സ്നേഹിക്കുന്നവരിൽ നിന്നും തിരിച്ചു കിട്ടുന്നതുമാണ്. അതുപോലെ തന്നെ നമ്മൾ 7-മത്തേതെന്ന് പറയാൻ ഇവർക്ക് കുറച്ച് ആത്മീയ അന്വേഷണങ്ങളൊക്കെ ഉള്ള കുറച്ച് ചിന്താഗതി പുരോഗമനവാദി അങ്ങനെയൊക്കെയുള്ള കുറച്ച് നക്ഷത്രക്കാരാണ് ഈ 7 എന്ന് പറയുന്നത്. അതുപോലെ 8 എന്ന് പറയുന്നത് ഭയങ്കര കഠിനാധ്വാനികളും, അതായത് കഠിനമായിട്ട് അധ്വാനിച്ചാൽ മാത്രമേ അവർക്ക് മുന്നോട്ട് ജീവിക്കാൻ പറ്റൂ എന്നുള്ള ഒരു രീതിയിലുള്ള ഒരു ആൾക്കാരാണ് കേട്ടോ. അതുപോലെ തന്നെ ഇവർക്ക് ശനിദോഷം മാറുകയും വലിയ നേട്ടങ്ങൾ ലഭിക്കുകയും ചെയ്യുന്ന ആൾക്കാരാണ് ഈ 8 എന്ന് പറയുന്ന ആൾക്കാർക്ക്. അധികം ശനിദോഷമൊന്നും ഉണ്ടാവാറില്ല എന്നാണ് ഇതിൽ നിന്നും നമുക്ക് അറിയാൻ പറ്റുന്നത്. അതായത് 9-മത്തെ ആൾക്കാരെന്ന് വെച്ചാൽ പോരാളികളാണ്. ഇവരെ തോൽപ്പിക്കാൻ പറ്റാത്ത രീതിയിൽ ജീവിതത്തെ പോരടിച്ച് വിജയിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരാണ് ഇവർ. അതുപോലെ തന്നെ 0 എന്ന് പറയുന്നത് പുനർജന്മത്തിൻ്റെ കഥയുമായിട്ട്, അതായത് ഒന്നുമില്ല, 0-യിൽ നിന്നും വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു ആൾക്കാരാണ് ഈ 0. ലാസ്റ്റ് നമ്മുടെ ജന്മനക്ഷത്രത്തിൻ്റെ ലാസ്റ്റ് 0 വരുന്ന ആൾക്കാരിൽ നിന്നും നമുക്ക് കാണുന്നതാണ് വെറും 0-യിൽ കിടന്നിട്ട് ലോകത്തേക്കും ഏറ്റവും ഉയർച്ചയിലെത്തുന്ന ആൾക്കാരെന്ന നിലയിൽ നമുക്ക് കാണാം. അപ്പം ഈ ഒരു ആശയം എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടാനും മറക്കണ്ട. ഇനിയും പുതിയ അറിവുകളുമായിട്ട് നമ്മൾ വരികയാണ്. അപ്പം എല്ലാവർക്കും ശുഭരാത്രി.